ജീവിതത്തിലെ ഏറ്റവും നല്ല നിമിഷങ്ങളുണ്ടാകുന്നത് നാം വളരെയധികം അസ്വസ്ഥരും വിഷണ്ണരും അസന്തുഷ്ടരുമായി കഴിയുമ്പോഴാണ്. അപ്പോഴേ പുതിയ ആശയങ്ങളും വഴികളും തേടാനുള്ള നമ്മുടെ ആഗ്രഹങ്ങൾക്ക് ഇന്ധനം ലഭിക്കൂ എന്ന എം സ്കോട്ട് പെക്കിൻ്റെ വാക്കുകളിലൂടെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും മലയാളം മനോരമ ശുഭദിനം പരിപാടിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ലഭിച്ചതുകൊണ്ട് തൃപ്തരാകുക. ഇരട്ട മക്കളിൽ ഒന്നാമൻ സന്തോഷവാനും രണ്ടാമൻ പരാതിക്കാരനുമാണ്. രണ്ടാമൻ്റെ സ്വഭാവം മാറ്റാൻ മനഃശാസ്ത്രജ്ഞൻ്റെ നിർദ്ദേശപ്രകാരം മാതാപിതാക്കൾ ഒരു ബുദ്ധി പ്രയോഗിച്ചു. ജന്മദിനത്തിൻ്റെ അന്ന് ഒന്നാമന് ഒരു പെട്ടിയും കുറച്ച് വിത്തുകളും ചാണകപ്പൊടിയും നൽകി. അവൻ ഉത്സാഹപൂർവ്വം സ്വീകരിച്ചു പറഞ്ഞു, ഇത് വ്യത്യസ്തതയുള്ള സമ്മാനമാണ്. ഞാൻ വീടിന് ചുറ്റും പച്ചക്കറിത്തോട്ടം നിർമ്മിക്കും. രണ്ടാമന് നൽകിയത് വില കൂടിയ ലാപ്ടോപ്പാണ്. തുറന്നു നോക്കിയ ഉടനെ അവൻ ചോദിച്ചു, ഇതൊക്കെ വാങ്ങുമ്പോൾ പുതിയ മോഡൽ നോക്കി വാങ്ങിക്കൂടെ? എന്ത് ലഭിക്കുന്നു എന്നതിലല്ല, ലഭ്യമായവയെ എങ്ങനെ വിനിയോഗിക്കുന്നു എന്നതിലാണ് ഉപയോഗക്ഷമതയും ഉൽപാദനശേഷിയും പ്രകടമാകുന്നത്. ന്യൂനതകൾ കണ്ടെത്തുന്നതിൻ്റെയും പരാതി പട്ടിക തയ്യാറാക്കുന്നതിൻ്റെയും അടിസ്ഥാന കാരണം കൈവശമുള്ളവയുടെ സാധ്യതകളെക്കുറിച്ചുള്ള അവബോധമില്ലായ്മയാണ്. ഉള്ളതുകൊണ്ട് എന്ത് ചെയ്യണമെന്നറിയാത്തവർ ഇല്ലാത്തതിനെക്കുറിച്ച് പരിഭവം പറയും. ആഗ്രഹിക്കുന്നതെല്ലാം കിട്ടിയതിനു ശേഷം എന്തെങ്കിലുമൊക്കെ ആകാനിരുന്നാൽ ഒന്നുമാകാതെ വിടവാങ്ങേണ്ടി വരും. കിട്ടാത്തവയെക്കുറിച്ചുള്ള വിലാപമല്ല, കിട്ടിയവ കൊണ്ടുള്ള ഉത്സവമാകണം ജീവിതം. ദാനം കിട്ടുന്നവയുടെ മികവ് നോക്കുന്നവരൊന്നും സ്വന്തം കഴിവുകളെ ആശ്രയിക്കുകയോ അഭിനിവേശങ്ങളെ പിന്തുടരുകയോ ഇല്ല. ഉള്ളതുകൊണ്ട് സംതൃപ്തരാകാത്തവർ മാത്രമേ കൂടുതൽ ഉയരങ്ങൾ കീഴടക്കൂ എന്നത് സത്യം. പക്ഷേ ആത്മസംതൃപ്തി സൃഷ്ടിപരമാകണം. എന്ത് ലഭിച്ചാലും തൃപ്തി വരാത്തത് മാനസിക വൈകല്യമാണ്. എന്ത് ലഭിച്ചാലും അത് തങ്ങളെ അയൽക്കാരെക്കാൾ മെച്ചപ്പെട്ടതാക്കുന്നുണ്ടോ എന്നതിലായിരിക്കും അവരുടെ ശ്രദ്ധ. മറ്റുള്ളവരുടെ പാത്രത്തിൽ അധികമുള്ളത് നോക്കിയിരിക്കുന്ന ഒരാളും സ്വന്തം പാത്രത്തിലെ സദ്യ ആസ്വദിക്കില്ല. അവർക്ക് പട്ടിണി കിടക്കാനാണ് വിധി. ക്രിയാത്മക അസംതൃപ്തിയുള്ളവർ എന്തിനേയും മെച്ചപ്പെടുത്താൻ നോക്കും. കയ്യിലുള്ളവയുടെ മറ്റൊരു പതിപ്പ് പുറത്തിറക്കും. അപ്രധാനമെന്ന് കരുതുന്നവയിൽ നിന്ന് ആരെയും മോഹിപ്പിക്കുന്ന സൃഷ്ടികർമ്മം നടത്തും. മറ്റുള്ളവരിൽ നിന്ന് ലഭിക്കേണ്ടതല്ല സംതൃപ്തി, ഉള്ളിൽ രൂപപ്പെടുത്തേണ്ടതാണ്. നേരുന്ന ശുഭദിനം. സ്നേഹത്തോടെ